സുറുമി രചന അവന്തിക അവതരണം സെൽസാമുസ്തു. ഇടവഴിയിലൂടെ നടക്കുമ്പോഴാണ് ഓരോരും ചേർന്ന് നിർത്തിയ കാറ് സഫയുടെ കണ്ണിൽപ്പെട്ടത്. പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. മറുവശം അരികെ ചേർന്ന് അവൾ നടന്നു. കാറിന്റെ അടുത്തായി എത്തിയതും ഫ്രണ്ട് ഡോർ തുറക്കുകയും പെട്ടെന്ന് തന്നെ അടക്കുകയും ചെയ്യുന്ന ശബ്ദം കേട്ടു. ഒന്നേ നോക്കിയുള്ളൂ. ആളെ മനസ്സിലായതും വയറിലൂടെ ഒരു വിറയിൽ കയറിപ്പോയി. നെഞ്ചിടിപ്പ് കൂടുന്നത് അവൾ അറിഞ്ഞു. കാലുകൾക്ക് വിറയിൽ പോലെ. അവൾ നടത്തത്തിന്റെ വേഗത കൂട്ടി. പഠിച്ചോനെ, ഇങ്ങനെന്ത് ഇവിടെ? 3-4 വീടും കൂടെ കഴിയണം വീട്ടിലെത്താൻ. തലപൊക്കി നോക്കാനുള്ള ധൈര്യമില്ല. ആ കണ്ണുകൾ തനിക്ക് പുറകെയാണെന്നറിയാം. ഓടിയാലോ? വേറെ വഴിയില്ല. റെഡി, 1, 2. ഓടരുത്! മനസ്സിൽ എണ്ണമിട്ട് തുടങ്ങിയതോ പുറകിൽ നിന്ന് ശബ്ദം കേട്ടു. കാലുകൾ നിശ്ചലമായി. തോളിലുള്ള ബാഗിന്റെ സ്ലിങ്ങിൽ കൈകൾ മുറുകെ പിടിച്ച്. എന്നിട്ടും അവ വിറകൊള്ളുന്നത് അവൾ അറിഞ്ഞു. വന്ന് കയറ്! പുറകിൽ നിന്ന് ആജ്ഞ പോലെ അവൻ പറഞ്ഞു. നിന്ന നിൽപ്പ് തിരിഞ്ഞു നോക്കാതെ അവൾ നിഷേധാർത്ഥത്തിൽ തലയാട്ടി. ഇല്ലേ, തൂക്കിയെടുത്ത് കയറ്റു ഞാൻ. ഉടനടി മറുപടിയും വന്നു. മറുപടിയൊന്നും പറയാനില്ല. പറഞ്ഞ പോലെ ചെയ്തു കളയൂ. അവളൊന്ന് ആലോചിച്ചിരുന്നു. പെട്ടെന്ന് പുറകിൽ കാൽ പെരുമാറ്റം പോലെ. എന്താ സംഭവം മനസ്സിലാകുന്നതിന് മുമ്പ് ചെവിയുടെ അടിയിലായി ചുടി നിശ്വാസം. ആള് പതിയെ ഊതുകയാണ്. വയറിലൂടെ മിന്നൽ പിളർ കടന്നു പോകുന്ന പോലെ തോന്നിയവൾക്ക്. ഹൃദയമിടിപ്പ് പൊട്ടാറാകും വിധം ഉച്ചത്തിലാകുന്നത് അവൾ അറിഞ്ഞു. കാലുകൾക്ക് ബലക്ഷ്യം വന്ന പോലെ. കൈകൾ ഒന്നുകൂടെ ബാഗിന്റെ സ്ലിങ്ങിൽ മുറുകി. നെറ്റിയിലും ചെന്നിയിലും കുറുനരികൾക്കിടയിലൂടെ വിയർപ്പ് പൊടിയുന്നത് അവൾ അറിഞ്ഞു. റോഡാണ്. എൻ്റെ കയ്യിൽ നിന്ന് പണി ഉണ്ടാക്കരുത്. വന്ന് വണ്ടി കയറി. ഒരു 10 മിനിറ്റ് ഇനിയും വാശിയാണേൽ എനിക്കും വാശി കയറും. തൂക്കിയെടുത്ത് കൊണ്ടുപോകും. ശാന്തമായിട്ടാണെങ്കിലും അവൻ്റെ സ്വരത്തിലുള്ള അധികാരഭാവം അവളെ തെല്ലൊന്ന് ഭയപ്പെടുത്തി. അനുസരണയുടെ കാറിൻ്റെ പുറകിൽ ചെന്ന് കയറി. അവൻ കാറ് മുന്നോട്ടെടുത്തു. ആ റോഡ് അവസാനിക്കുന്നത് ചുറ്റുഭാഗവും കണ്ണെത്താ ദൂരത്തുള്ള നെൽക്കതിരുകൾ പാകിയ പാടത്താണ്. ശൈത്യകാലത്തെ വൈകുന്നേരങ്ങളിൽ വിഷാറുള്ള ഇളം തണുത്ത കാറ്റിൽ ആടിയുളയുന്ന നെൽക്കതിരുകൾ മണ്ണിനാൽ നികത്തായ റോഡിന്റെ 2 ഭാഗങ്ങളിലും അങ്ങകലെ ഡിസംബറിന്റെ സായാഹ്നത്തിൽ പതിവായി വന്ന് മൂടാറുള്ള കോടമഞ്ഞിന് മൂടപ്പെട്ട മലനിരകളും കാണാം. സൽമാൻ കാറിൽ നിന്നിറങ്ങി മുൻവശത്തെ ഡോറിൽ ചാരി നിന്നു. എന്ത് വേണ്ടേ? പുറകിലെ ഡോറിൽ നിന്ന് ഇറങ്ങി സഫ അവനോടായി ചോദിച്ചു. മാറിൽ കൈകൾ പണിച്ചു വെച്ച് ദൂരേക്ക് മിഴികൾ നട്ട് നിൽക്കുകയാണ് സൽമാൻ. നിന്നെ. അവന്റെ മറുപടി അതൃപ്തി പ്രകടിപ്പിച്ചുകൊണ്ട് അവൾ തല വെട്ടിച്ചു. സഫ. അവൻ വിളിച്ചപ്പോൾ അവൾ തല തിരിച്ച് അവനെ നോക്കി. അവൻ നടന്നു വന്ന് അവൾക്കരികിൽ മുട്ടുകുത്തി നിന്നു. 2 കൈകളും 2 ഭാഗത്തേക്ക് വിടർത്തി. നോക്ക്, ഈ പച്ചപ്പ് നിറഞ്ഞ പാടവും ആ നിൽക്കുന്ന മലനിരകൾക്കും നമുക്ക് മേലെ ഉയർന്നു നിൽക്കുന്ന ആകാശം സാക്ഷി. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. പതിഞ്ഞ ശബ്ദത്തിൽ തലപൊക്കി അവളുടെ മിഴികൾ അവൻ്റെ മിഴികൾ കോർത്തു. ആദ്രമായിട്ടാണ് അവൻ പറഞ്ഞു തുടങ്ങിയതെങ്കിലും ഒടുക്കം ഉയർത്തി ഉറക്കെ പറഞ്ഞുകൊണ്ടവൻ അവസാനിപ്പിച്ചു. അവൻ്റെ ശബ്ദം പച്ചപുതപ്പ് പാടത്ത് പോയെങ്കിൽ കേട്ടു. കിതച്ചുകൊണ്ടവൻ പ്രതീക്ഷയുടെ അവളെ നോക്കി. അത്ഭുതമേറുന്ന മിഴികളോട് അവനെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു അവൾ. പരിസരബോധം വന്നപ്പോൾ അവൾ കണ്ണുകൾ കൊണ്ട് ചുറ്റും പരതി. ഇല്ല, ആരുമില്ല. പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ എന്ന് വേണം പാറി നടക്കുന്ന ചുംബികളല്ലാതെ. നിങ്ങൾക്കിത് പറയാൻ മഷിച്ചോടെ മുക്കിൽ തൂമ്പ് കെട്ടിയുള്ളൂ. തെല്ലൊരു അമർഷത്തോടെ അടക്കി പിടിച്ച ശബ്ദത്തിൽ അവൾ ചോദിച്ചു. അതാണോ നിന്റെ പ്രശ്നം? അവൻ എഴുന്നേറ്റുന്ന കൈകൾ മാറി പിണച്ചു വെച്ച് അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു. ആണേ, എനിക്കതൊരു പ്രശ്നമല്ല. നിങ്ങൾക്ക് വട്ടാണ്. അവളത് പറഞ്ഞതും അവൻ ചിരിച്ചു. പൊട്ടിപ്പൊട്ടി ചിരിച്ചുകൊണ്ടവൻ കുനിഞ്ഞ് കൈകൾ കാൽമുട്ടിൽ ഊനിവെച്ച് അവളുടെ മുഖത്തേക്ക് നോക്കി. പ്രണയിക്കുന്നത് വട്ടാണേൽ എനിക്ക് നിനക്കും നിന്റെ മഷിച്ചക്കും എൻ്റെ റൂമിക്കൊക്കെ വട്ട. ഒരു നിമിഷം എടുത്ത് അവൻ പറഞ്ഞതിൻ്റെ പൊരുൾ മനസ്സിലാക്കാൻ. മിഴിച്ചു വന്ന കണ്ണുകളോടെ അവൾ കുനിഞ്ഞവൻ്റെ മുഖത്തേക്കടുത്തേക്ക് അവളുടെ മുഖം അടുപ്പിച്ചു വെച്ചു. എന്താ പറഞ്ഞേ? ആദ്യം നീ നിന്റെ ഉണ്ടക്കണ്ണൊന്ന് ഉള്ളിലേക്കിട്. ഇതിപ്പോൾ പുറത്തു വരും. പിന്നെ ഞാൻ പറഞ്ഞത് സത്യ. അവരെപ്പോഴേ സെറ്റായെന്ന്. അത് പറഞ്ഞുകൊണ്ടവൻ അവളുടെ മുഖത്തേക്ക് പതിയെ ഊതി. അപ്പോഴും കേട്ട ഷോക്കിൽ നിശബ്ദമായി നിൽക്കുകയാണ് അവൾ. കണ്ണൊക്കെ മിഴിച്ചുള്ള നിൽപ്പാണ്. അവനവൻ്റെ മുഖം ഒന്നുകൂടെ അവളുടെ മുഖത്തിൻ്റെ അടുത്തേക്ക് അടുപ്പിച്ചു. ചുടുനിശ്വാസം മൂക്കിൻ തുമ്പിൽ തട്ടിയപ്പോഴാണ് അവൾ സ്വബോധത്തിലേക്ക് വന്നത്. തൻ്റെ മുഖത്തിന് നേരെയാണ് അവൻ്റെ മുഖമുള്ളത്. താൻ ഒന്നുരഞ്ഞ് അവൻ്റെ മുഖത്തേക്ക് തട്ടുമുറ അടുത്തിട്ടാണ് അവനുള്ളത്. അവളുടെ മിഴികൾ അവൻ്റെ മുഖമാകെ ഓടി നടന്നു. നെറ്റിയിലേക്ക് വീണ് കിടക്കുന്ന ഇളം കാപ്പി കളറുള്ള നീണ്ട കോലം മുടികൾ, നീണ്ട പീലികൾക്കിടയിലൂടെ തന്നെ പ്രണയപൂർവ്വം നോക്കുന്ന കണ്ണുകൾ, അധികം വളർന്നിട്ടില്ലാത്ത മീശയും വെട്ടിയൊതുക്കിയ താടിയും. ഒരു പുരികം പൊക്കിക്കൊണ്ടവ എന്തെന്ന് ചോദിച്ചവണ് തനിക്ക് പറ്റിയ അമ്മളി അവൾക്ക് മനസ്സിലായത്. ഒരു കണ്ണടച്ചുകൊണ്ടവൾ നാക്ക് കടിച്ചു. പിന്നെ നേരെ നിന്നു. എന്തേ? അവൾക്ക് അഭിമുഖമായി നിന്നുകൊണ്ടവൻ ചോദിച്ചു. സത്യമാണോ പറഞ്ഞേ? ആ, സത്യം. വിശ്വസിക്കാൻ പറ്റുന്നില്ല. എപ്പോഴതൊക്കെ നടന്നേ? എന്തായാലും ഒരുപാട് സന്തോഷമായി. വായം തുറന്ന് വെച്ചിറങ്ങി അങ്ങനെയൊക്കെ ഉണ്ടാകും. മറുപടി അവൾ ചുണ്ടുകാട്ടി. എനിക്ക് മറുപടി തന്നില്ല. മഷിച്ച,
അവളെന്ന് നിർത്തി അവൻ്റെ മുഖത്തേക്ക് നോക്കി. അതിന് ഞാൻ നിന്നെയല്ല ഇഷ്ടമാണെന്ന് പറഞ്ഞത്, അവനെയല്ലല്ലോ. അല്ല, പക്ഷേ അവൻ എന്നോട് ചോദിച്ചിട്ടാണോ എൻ്റെ പെങ്ങളെ പ്രപ്പോസ് ചെയ്ത്? അല്ല, പിന്നെ നിനക്ക് ഇഷ്ടമാണോ എന്ന് ഞാൻ ചോദിച്ചു. മഷിച്ചക്ക് സമ്മതമാണെങ്കിൽ മാത്രം, സമ്മതമല്ലെങ്കിൽ മറക്കും. അപ്പം നീ സമ്മതിച്ചു, നിന്റെ മനസ്സിൽ ഞാൻ ഉണ്ടെന്ന്. അങ്ങനെ ഞാൻ പറഞ്ഞു. ഒരാൾ മനസ്സിലുണ്ടെങ്കിലല്ലേ മറക്കേണ്ടതുള്ളൂ. ഞാൻ നിന്റെ മനസ്സിലുണ്ട്, അതല്ലേ മഷു സമ്മതിച്ചില്ലേ മറക്കുമെന്ന് പറഞ്ഞത്. മറുപടി ഒന്നും കിട്ടിയില്ല അവൾക്ക് പറയാൻ. അല്ലേലും എന്തു പറയും? സഫ, ഷെറിയുടെ കല്യാണത്തിന് റൂമിൽ വന്നപ്പോൾ മുതൽ നിന്റെ കണ്ണുകൾ എന്നെ തേടുന്നത് ഞാൻ കണ്ടിരുന്നു. ഒടുവിൽ എന്നെ കണ്ടുപിടിച്ചപ്പോൾ ഈ ഉണ്ടക്കണ്ണുകൾ വിടരുന്നതും പിന്നീട് നീ നോക്കാതെ തന്നെ നിന്റെ ഹൃദയം എനിക്ക് ചുറ്റും പ്രദക്ഷിണം ചെയ്യുന്നതും ഒരുമിച്ച് നിന്ന് ഫോട്ടോ എടുത്ത് കഴിഞ്ഞപ്പം കാത്തിരുന്ന പോലെ എൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം തന്നതും എല്ലാം എന്നോടുള്ള ഇഷ്ടം കൊണ്ടല്ലേടി. അവനെന്ന് നിർത്തിയ ശേഷം പറഞ്ഞു തുടങ്ങി. പറയ്, അല്ലേ? ഞാൻ വിശ്വസിച്ചോട്ടെ എന്നെ പെരുത്തി ഇഷ്ടമാണെന്ന്, എന്നോടൊപ്പം ഈ ജന്മം മുഴുവൻ ജീവിക്കാൻ തയ്യാറാണെന്ന്. നിൻ്റെ ഈ മൗനം അതിനുള്ള സമ്മതമാണെന്ന് ഞാൻ വിശ്വസിച്ചോട്ടെ. ഫാമിലി തമ്മിൽ നല്ല ഡിഫറൻ്റ് ഉണ്ട്, എന്തേലും വന്നാൽ ഇട്ടിട്ട് പോവോ? നിഷ്കളങ്കതയോട് അവൾ ചോദിച്ചു. കുറേ പറഞ്ഞ് ഓവറാക്കുന്നില്ല, ഇതിനുത്തരം നിന്നെ എൻ്റെ കൂടെ കൂട്ടി ഞാൻ കാണിച്ചു തന്നിരിക്കും. മറുപടി അവനെ നോക്കി അവൾ പുഞ്ചിരിച്ചു. സഫ, സുറുമി പറഞ്ഞിട്ടുണ്ടോയെന്നറിയില്ല, സുറുമിയെ കൂടാതെ ഒരു പെങ്ങൾ കൂടി ഉണ്ട് എനിക്ക്. എൻ്റെ റൂമിയുടെയും ഇത്താത്ത സമീറ. അവളിപ്പോൾ കുറച്ചായി വീട്ടിൽ തന്നെയാണ്. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ. ഇത് കുറയാതെ നീണ്ടുപോയപ്പോൾ ഞാൻ പോയി കൊണ്ടുവന്നു. 2 മക്കളുണ്ട്. ഇപ്പം അങ്ങോട്ടേക്ക് പോകാറില്ല. അവർ പിന്നെ വിളിച്ചിട്ടുമില്ല. 2 മക്കളുണ്ടായതുകൊണ്ട് ഡിവോഴ്സ് എന്ന തീരുമാനം എടുക്കാനും വയ്യ. ഞാൻ പറഞ്ഞു വന്നത്, എൻ്റെ പെണ്ണായി എൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ അവളെ മക്കളെ നീ നിൻ്റേതെന്ന പോലെ ചേർത്ത് പിടിക്കണമെന്ന് പറയാനാ. അവളായിട്ട് നിന്നെ ഒരിക്കലും ബുദ്ധിമുട്ടിക്കില്ല, ആ കാര്യത്തിൽ ഉറപ്പുതരാം. പാവാണവൾ. അറിഞ്ഞുകൊണ്ട് ആരെയും വേദനിപ്പിക്കാനും അവൾക്കറിയില്ല. ഇന്നവൾ വേദനിക്കുന്നത് എനിക്കും ഞാൻ കെട്ടിക്കൊണ്ടുവരുന്ന പെണ്ണിനും അവൾ ഭാരമാകുമെന്ന് ഓർത്തിട്ടാണ്. നീ ചേർത്ത് പിടിക്കണം, നിന്റെ കൂടെപ്പിറപ്പിനെ പോലെ. സമ്മതമല്ലേ? പതിഞ്ഞിറിഞ്ഞെങ്കിലും ശബ്ദം ഇടറിപ്പോകുന്നത് അവൾ അറിഞ്ഞു. ആ വാക്കുകൾക്കുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ആവലാതി അവൾ അറിയുന്നുണ്ടായിരുന്നു. ഇങ്ങോട്ടേക്ക് പറഞ്ഞു തന്നെ എനിക്കും പറയാനുള്ളൂ. ആഗ്രഹം പോലെ ജീവിച്ച് കാണിച്ച് തരുന്നതല്ലേ നല്ലത്. മതി, സന്തോഷായി. താങ്ക്സ്. എന്തിനാ താങ്ക്സ്? സമീറയെ കൊണ്ടുവന്നപ്പോൾ മുതൽ ഒരു കുടുംബം അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങൾക്കുള്ള അറുതിയാണ് നിന്റെ ഈ വാക്കുകൾ. പറയാൻ എളുപ്പമാണ്, ജീവിച്ച് കാണിക്കാൻ പ്രയാസവും. അതുകൊണ്ട് നേരിട്ട് ബോധ്യമായിട്ട് പോരെ ഈ താങ്ക്സ്. ഹിപ്പി താങ്ക്സ് കിടക്കട്ടെ. ജീവിച്ച് കാണിക്കുമ്പോൾ പകരമായി നിനക്ക് തരാനുള്ളത് എൻ്റെ ഉള്ളിൽ കെട്ടിക്കിടക്കുന്ന നിന്നോടുള്ള അടങ്ങാത്ത പ്രണയത്തെയാണ്. അപ്പം അതങ്ങനെ ഒരു ശാന്തമായി പുഴ പോലെ നിന്നിലേക്ക് മാത്രം ഒഴുകും. അവൻ്റെ വാക്കുകൾ അവളിലൊരു കുളിർക്കാറ്റായി വീശി. അതിൻ്റെ ബാക്കിയെന്നോണം നാണത്തിൻ്റെ അലയൊലികൾ അവളുടെ മുഖത്ത് പ്രത്യക്ഷമായി. തിരിച്ചവളെ കയറ്റിയത് സ്ഥലത്ത് തന്നെ അവൻ ഇറക്കി. പുറകിലെ സീറ്റിൽ നിന്നിറങ്ങി സൽമാൻ ഇരിക്കുന്ന ഫ്രണ്ട് സൈഡിലേക്ക് വന്നു നിന്നവൾ. പോട്ടെ. ഒരു കൈ ടയറിങ്ങിലും മറുകൈ കാറിൻ്റെ ഗ്ലാസ് വിൻഡോ താഴ്ത്തിവെച്ച് അതിൽ കൈമുട്ട് ഊന്നിയിരിക്കുന്ന അവനെ നോക്കി അവൾ ചോദിച്ചു. മഷുവിനോട് നിന്നോടുള്ള ഇഷ്ടത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അതല്ലായിരുന്നു നിന്റെ പേടി? അവൻ്റെ പൂർണ്ണ സമ്മതം കിട്ടിയ ശേഷമാണ് ഈ വരവ് പോലും. വിടർന്ന കണ്ണുകളോടെ അവനെ കേൾക്കുന്ന സഫയെ നോക്കി കണ്ണെറിച്ച് കാണിച്ചവൻ പോകാൻ മൗനമായി അനുവാദം ചോദിച്ചുകൊണ്ടവൻ കാറ് മുന്നോട്ടെടുത്തു. കാറ് മുന്നോട്ട് നിർത്തിയിട്ടും അവനെ തന്നെ നോക്കി അവിടെ നിൽക്കുന്ന സഫയെ കണ്ടവൻ കാറ് നിർത്തി കുറച്ച് പുറകിലേക്കെടുത്തു. തുടരും. ബാക്കി എന്തെന്നറിയാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്ത് കാത്തിരിക്കുക. നമുക്ക് വീണ്ടും കാണാം. സൈനിങ് ഔട്ട്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.